ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, കൊല്ലം കൊട്ടാരക്കരയിലാണ് ബസ് കാത്തു നിന്നവരുടെ ഇടയിലേക്ക് ഈ നിയന്ത്രണം വിട്ട ഒരു വാൻ ഇടിച്ചു കയറി ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ നിയന്ത്രണം വിട്ടു. പക്ഷേ ഇതിൻ്റെ ഒരു പിന്നിലെ ഒരു കാര്യം, സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അതെന്താണ്? അതേപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അവർ കൃത്യമായിട്ട് ബസ് സ്റ്റോപ്പുകളിലൊന്നും അല്ല നിൽക്കുന്നത്. ഒരു വളവാണ്, ആ വളവിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നത് കാണാം. പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, തിരുവനന്തപുരത്ത് അടക്കം കാണുന്ന ഒരു സംഭവമാണ് ഈ റെയിലിൻ്റെ ഒക്കെ ഇപ്പുറവും അപ്പുറവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ നോക്കി കാണുന്നത്? ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഡിസൈൻ ചെയ്ത ഒരു റോഡാണ് KSTP, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് എന്ന് പറഞ്ഞ വേൾഡ് ബാങ്ക് എയ്ഡഡ് റോഡാണ് MC റോഡ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1. തിരുവനന്തപുരം കേശവദാസപുരം തൊട്ട് അങ്കമാലി വരെയുള്ള 240 കിലോമീറ്റർ ടോട്ടലി വേൾഡ് സ്റ്റാൻഡേർഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആ വിഷ്വൽസിൽ, വീഡിയോയിൽ തന്നെ കാണാം. അതിനകത്ത് ബാരിക്കേഡ് ഉണ്ട്. ഫുട്പാത്തിനെയും കാരിയേജ് വേയും ബസ്സുകൾ, വാഹനങ്ങൾ ഓടുന്ന സ്ഥലത്തിനെയും സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. നോക്കൂ, ആ വിഷ്വൽസ് താങ്കളും നോക്കൂ. അതിനകത്ത് ആ ലേഡി ഇറങ്ങി നിൽക്കുന്നത് കാരിയേജ് വേയിലാണ്. ഒരു കാരണവശാലും നമ്മൾ ഫുട്പാത്ത് വിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പാടില്ല. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് 2004-2005 കാലഘട്ടത്തിൽ ഒരു കൊല്ലം ഞാൻ ബോധവൽക്കരണം ചെയ്യുമ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വന്ന്, ഇപ്പൊ ഉദാഹരണം നമ്മുടെ PMG ജംഗ്ഷനിലൊക്കെ ആൾക്കാർ വൈകിട്ട് തിങ്ങി കൂടി റോഡിലോട്ട് കയറ്റി നിൽക്കും, ബസ്സിന് ഒതുക്കി നിർത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ അന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ബസ്സിൽ കയറണോ അതോ ബസ് കയറണോ? അപ്പൊ ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. ഫുട്പാത്തിലൂടെ മാത്രം നടക്കുക. കാര്യം ഇത് വേൾഡ് സ്റ്റാൻഡേർഡിൽ പണിത റോഡിന് ഒരു അപകട സാധ്യതകളും നാം ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാകില്ല. ഇത് നമ്മളുടെ പെരുമാറ്റത്തിന്റെ ദൂഷ്യം കൊണ്ടാണ്. കാര്യം അവിടെ കണ്ടവരെല്ലാം തന്നെ റോഡിലൂടെയാണ് ഓടുന്നത്. കാര്യം വാഹനങ്ങൾ മഴക്കാലമാണ്, സ്കിഡ് ചെയ്തു പോകും. പലപ്പോഴും നല്ല റോഡായതുകൊണ്ട് ഡ്രൈവർമാർ ഉറങ്ങിപ്പോകും. ദയവ് ചെയ്ത് ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതെന്താണ് ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ, ബസ് കാത്തു നിൽക്കുന്നവർ ബസ് സ്റ്റോപ്പിൽ തന്നെ പരമാവധി ഒതുങ്ങി നിൽക്കണം. 2, ബസ്സുകൾ ഇപ്പൊ അവിടെ ഒരു ബസ് KSRTC വന്ന് റോഡിന്റെ നടുക്ക് നിർത്തി, അതും തെറ്റാണ്. കാര്യം പിന്നിന്ന് വരുന്ന ബൈക്കുകാരൻ അതിന്റെ പിന്നിൽ ചെന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ ഉള്ള സിറ്റി ഏതാണെന്ന് വെച്ചാൽ ബോംബെ സിറ്റി പോയവർക്ക് അറിയാം. ബസ് സ്റ്റോപ്പിൽ തന്നെ നിർത്തും. ബസ് കാത്തു നിൽക്കുന്നവർ ബസ് സ്റ്റോപ്പിൽ നിന്ന് ക്യൂ ആയിട്ട് ബസ്സിൽ കയറും. നാം ഇത്ര വിദ്യാസമ്പന്നരായി നമ്മൾ പഠിക്കണ്ടേ? ഇന്നിപ്പോ ഈ ദാരുണമായ അപകടം, 2 ലേഡീസ് മരിച്ചു, ഒരാള് ഗുരുതരമായ പരിക്കേറ്റ് കിടക്കുന്നു. ഇനിയെങ്കിലും നമുക്കൊന്ന് പഠിച്ചുകൂടെ? എന്റെ പ്രാർത്ഥന, ഈ MC റോഡിൽ നാം പ്രോപ്പറായിട്ട് റോഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു റോഡ് അപകടവും ഉണ്ടാകില്ല. അതായത് വാഹനങ്ങളെ നമ്മൾ പേടിക്കണം. കാര്യം വാഹനത്തിനകത്ത് ഇരിക്കുന്ന ആള് മയക്കുമരുന്ന് അടിച്ചിട്ടാണോ, മദ്യപിച്ചിട്ടാണോ, ഉറക്കം തൂങ്ങിയിട്ടാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാഹനങ്ങളെ പേടിക്കണം. ഇങ്ങനെയുള്ള ഒരു ഇളം കർവാണ് അവിടെ, എനിക്ക് പരിചിതമാണ്. ഞാൻ ആ ഹൈവേയില് റൂട്ട് പെട്രോളിംഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ വാഹനം സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലമാണ്, ടയർ മൊട്ടയാണെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്ത് നേരെ പോയി ഇടിക്കും. പക്ഷെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് എൻറ്റയർ സ്ട്രെച്ച് ബാരിക്കേഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് കാൽനടക്കാര്, ബസ് കാത്ത് നിൽക്കുന്നവരെല്ലാം ബാരിക്കേഡിന് ഉള്ളിൽ നിൽക്കണം. പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ അപകടം ഉറപ്പാണ്. അതാണ് അവിടെ സംഭവിച്ചതിന്റെ രത്ന ചുരുക്കം. അതേപോലെ തന്നെ ഈ ബസ്സുകാരൊക്കെ തന്നെയും ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തുന്ന ആ ഒരു സമ്പ്രദായം അത് കൃത്യമായിട്ട് ചെയ്യാത്ത പല ആളുകളും ഉണ്ട്. എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു വളവിലൊക്കെ ആയിരിക്കും ആളുകൾ കൈ കാണിക്കുമ്പോൾ പലപ്പോഴും ബസ്സുകളൊക്കെ അവിടെ നിർത്തി കൊടുക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ വളരെയേറെ മോഡേൺ ആൾക്കാരാണ്. മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മൾ കേരളക്കാര് വളരെയേറെ മുന്നിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിദ്യാസമ്പന്നരാണ്, നമുക്ക് ലോക പരിചയമുണ്ട്. നമ്മുടെ ആൾക്കാരിലെ ഒരു 5% പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ സംവിധാനങ്ങളെ പഠിച്ച് മനസ്സിലാക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു റോഡ് അപകടം ഉണ്ടാകാവുന്ന ഒരു കാരണം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റോഡ് സേഫ്റ്റി ഡിസിപ്ലിൻ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പഠിച്ചേ തീരൂ, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചേ തീരൂ. അല്ലെങ്കിൽ നമ്മൾ കണ്ണീരും കയ്യുമായിട്ട് എന്നും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ അനാസ്ഥ ഒന്ന് തന്നെയാണ്. നമ്മൾ സ്വല്പം ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്, ജംഗ്ഷൻ ഇന്റർസെക്ഷനിൽ തന്നെ ബസ് നിർത്തുക. കാര്യം അവിടെ 10 സ്ത്രീകളോ യാത്രക്കാരോ നിന്ന് കഴിഞ്ഞാൽ ബസ് അവിടെ നിർത്തും. അപ്പൊ പിന്നിന്ന് വരുന്ന വണ്ടികൾ കൂട്ടത്തോടെ ബ്ലോക്കിൽ പെടും, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അപകടം ഉണ്ടാവും. അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ മാറ്റരുത്. കാര്യം ബസ് ഷെൽട്ടറുകൾ പലയിടത്തും ഗവൺമെന്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ബസ് ഷെൽട്ടറിന്റെ അടുത്ത് തന്നെ നിൽക്കണം, അതിനകത്ത് തന്നെ നിന്നിട്ട് ബസ് വരുമ്പോൾ മുന്നോട്ടാഞ്ഞ്
ഫുട്പാത്തിൽ നിന്ന് നേരെ ബസിന്റെ സ്റ്റെപ്പിലേക്ക് കയറാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ വേൾഡ് ബാങ്ക് ഡിസൈനിലെ ഹൈവേകൾ. എസ്പെഷ്യലി നമ്മുടെ ഈ SH1 സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തതാണ്. അവിടെ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായത് ഒന്നാണിത്. ഇത് മരിച്ചവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല, എങ്കിലും എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള സഹോദരിമാരും സഹോദരന്മാരോടും ഒരു കാരണവശാലും റോഡിലോട്ട് ഇറങ്ങി ബസ്സിൽ കയറരുത്. ബസ് പരമാവധി ഒതുക്കി നിർത്താൻ ഡ്രൈവർ ശ്രമിക്കണം. അപ്പൊ ഡ്രൈവർക്ക് അതിനുള്ള സൗകര്യം കൊടുക്കണമെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഫുട്പാത്തിൽ നിന്ന് തന്നെ ബസ് പിടിക്കാൻ നോക്കുക. കാര്യം മരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്, അത് വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് ഈ ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനെ ഇടിച്ചു വീഴ്ത്തി ഒരു വാഹനം നിർത്താതെ പോയി. ലാസ്റ്റിൽ ഇപ്പോൾ ആ ഡ്രൈവറെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വെഞ്ഞാറമൂട്ടിലെ ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം എന്തുകൊണ്ടാണ് നിർത്താതെ പോയതെന്ന് ഈ ഡ്രൈവർ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്ന ഒരു കാര്യമാണ്, നാട്ടുകാർ ഉപദ്രവിക്കുമെന്ന് ഭയന്നാണ് വാഹനം നിർത്താതെ പോയതെന്ന്. നമുക്ക് അറിയാം, ഒരു വർദ്ധിച്ചു വരുന്നൊരു പ്രവണത തന്നെയാണ്. വാഹനം ഒരാളെ തട്ടുകയാണെങ്കിൽ സ്വാഭാവികമാണ് വാഹനം അങ്ങനെ ഒരു മനുഷ്യനെ തട്ടുകയൊക്കെ ചെയ്യും. വാഹനമാണ്, നിർത്തിക്കൂടെ ഓടുന്നതാണ്. അപ്പോൾ അത് ഒരു അവർ പേടി കൊണ്ടൊക്കെ ആയിരിക്കും നിർത്താതെ ഒരു പോക്കാണ്. ആ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ ആ വാഹനം ഇടിച്ച് അപകടത്തിൽപ്പെട്ട ആളുടെ ഒരു സ്ഥിതി ഒന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അയാളെ പെട്ടെന്ന് തന്നെ ആശുപത്രി കൂടെ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ വരെ സാധിക്കും. അതാണ് ഇവിടെ പറ്റിപ്പോകുന്നത്. മുൻപൊക്കെ പറയാറുണ്ട് അതേപോലെ ഈ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആളുകൾ കൂടുന്നത്. പിന്നീടൊക്കെ നമുക്കറിയാം പല ആശുപത്രികളിലും ഒക്കെ കൃത്യമായിട്ട് ഇതുപോലെ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കൊക്കെ പാരിതോഷികമൊക്കെ കൊടുക്കുന്ന ഒരു പ്രക്രിയയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊരു വർദ്ധിച്ചു വരുന്ന പ്രവണതയല്ല. ഈ വാഹനം നിർത്താതെ ഈ പോകുന്നതും അവരുടെ ഉള്ളിലൊരു ഭയമാണ്. പക്ഷേ ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് അവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളില്ലേ? അതാണ് യു സെഡ് ഇറ്റ്. റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ വെറുതെ ഡ്രൈവിംഗ് പഠിച്ച് ഒരു ലൈസൻസ് എടുത്തുകൊണ്ട് ഡ്രൈവർ ആകില്ല. നമുക്ക് വേണ്ടത് റെസ്പോൺസിബിൾ ഡ്രൈവേഴ്സിനെയാണ് വേണ്ടത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ വെഞ്ഞാറമൂടിലെ കേസ് തന്നെ ഒരു അപകടം ഉണ്ടായി. അപകടം ഏത് സമയത്തും ആർക്കും എവിടെ വെച്ചും ഉണ്ടാക്കാം. പക്ഷെ ആ ഡ്രൈവറുടെ ഉത്തരവാദിത്തം അദ്ദേഹം ഉടനടി വാഹനം സൈഡ് ഒതുക്കി നിർത്തിക്കൊണ്ട്, ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഇട്ടിട്ട് ഒതുക്കി നിർത്തിക്കൊണ്ട് ഈ ഇഞ്ചുറി പറ്റിയ വിക്ടിമിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രിയിലേക്ക്, കാര്യം വെഞ്ഞാറമൂടിലാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പൊ ആ ഗോൾഡൻ അവറിൽ 60 മിനിറ്റ്സിനകത്ത് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി രക്ഷപ്പെടും. ആ വ്യക്തി ഒരു കുടുംബനാഥനായിരിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബിനിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ലൈഫാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ നാട്ടുകാർ കൈവെക്കുന്ന പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. പലയിടത്തും അപകടം ഉണ്ടാകുമ്പോൾ ആൾക്കാർ കുറ്റം ആരുടെ ആയാലും ഡ്രൈവറുടെ ഉത്തരവാദിത്തം ആ വിക്ടിമിനെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ചെയ്യണം. അത് ഇട്ട് പോകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2024 ഒരു ഡയറക്ഷൻ മൂലം പറഞ്ഞിട്ടുള്ളത്. അത് കേരള പോലീസ് അത് മനസ്സിലാക്കണം. അങ്ങനെ ഓടുന്നവർക്ക് അതിന് തക്കതായ സെക്ഷൻ ഇട്ട് ശിക്ഷ ഉറപ്പാക്കുകയും വേണം. കാര്യം അത് മാനുഷികമായ ഒരു മൂല്യമല്ലേ, നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഒരു നല്ല പൗരനാകുക, അതിൽ നിന്നൊരു എൻജോയ്മെന്റ് ഉണ്ടാക്കുക. അതായത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുക. കാൽനടക്കാരായാലും വാഹനങ്ങൾ ഓടിക്കുന്നവരായാലും ഒരു നിയമം പാലിച്ചു പോകുന്നവന്റെ ഒരു മനസ്സിന്റെ ഒരു സുഖം ഒരു മറ്റൊരാൾക്ക് കിട്ടില്ല. അങ്ങനെ ഒരു മാതൃകാ പൗരനാകാൻ എല്ലാവരും ശ്രമിക്കുക. ആപത്തുണ്ടായാൽ സഹായിക്കാൻ ഉണ്ടാകുക, ആപത്ത് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് എനിക്ക് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്. ഒരു അപകടം സംഭവിക്കുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ തന്നെ കുറച്ച് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പെട്ടെന്ന് സംഭവിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ ചെയ്യുന്നതാണ് ഈ ഡ്രൈവറിനെ പിടിച്ചടിക്കുക, അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ മര്യാദകൾ, അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദകളൊക്കെ തന്നെ ഈ ആളുകൾ, ഈ നാട്ടുകാരും അവരൊക്കെ തന്നെ പഠിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അത് നമ്മളുടെ ഒരു പാരമ്പര്യം, കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ അന്യോന്യ സഹായിച്ച് സഹകരണത്തോടെ ജീവിക്കുകയാണ്. പക്ഷെ ഒരു ഡ്രൈവറെ അടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചോ ചെയ്താൽ പോലീസിന് കേസെടുക്കാൻ പറ്റും. കാര്യം ഇക്കാലത്ത് ഇപ്പൊ തന്നെ നമ്മൾ ഈ കാണുന്ന വിഷ്വൽസ് എല്ലാം കടകളിലും മറ്റും സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിൽ നിന്നാണ്. പോലീസിന് ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ, അതായത് ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവറെ കണ്ടുപിടിക്കാനും ആ ഡ്രൈവറെ ആരെങ്കിലും തല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കും കർശനമായ ശിക്ഷയുണ്ടാകും. അത് ഈസി കാര്യമല്ല. ദയവേത് ഒരിക്കലും ഒരു ഡ്രൈവറെ ഒരു ആപത്ത് പറ്റിയപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് ആ വിക്ടിമിനെ
ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഡ്രൈവറുടെ എന്താണ് കുറ്റം എന്നുള്ളത് പോലീസ് തീരുമാനിക്കും. എന്നിട്ട് അതിനുള്ള കർശനമായ ശിക്ഷ, കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ റോഡ് അപകടങ്ങൾ കുത്തനെ കൂടുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോയി, ഞാൻ കാണുന്ന 60% ആൾക്കാരും കറുത്ത ഡ്രസ് ഇട്ടിട്ട് റോഡിൽ നടക്കുകയാണ്. ഡ്രൈവേഴ്സിന് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു ഏജിലെ ആൾ, 50 വയസ്സിന് മുകളിലുള്ള പല ഡ്രൈവർമാർക്കും കാഴ്ചശക്തി മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കറുത്ത ഡ്രസ് ഇട്ട്, ഡാർക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് ഒരിക്കലും റോഡിൽ ഇറങ്ങരുത് പ്ലീസ്. കാര്യം നിങ്ങളുടെ ജീവൻ രക്ഷിക്കൂ, നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. ഇത്രയും വലിയ റോഡ് അപകട മരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് അല്പം കെയർ, നിങ്ങൾ കോമൺ സെൻസ് ഒന്ന് ഉപയോഗിക്കൂ. കറുത്ത ഡ്രസ് ഇട്ട് ആരെങ്കിലും കാണാൻ പറ്റുമോ? അപ്പൊ എന്തെങ്കിലും ഒരു വെള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു വെള്ള ഷോള് എന്തെങ്കിലും ഇടുക. ഫുട്പാത്തിലൂടെ മാത്രം നടക്കുക. ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുക. അപ്പൊ ബസ് ഡ്രൈവർമാർ ബസ് സ്റ്റോപ്പിൽ ചേർത്ത് നിർത്തും. അതിന് നമ്മൾ പൗരന്മാര്, നമ്മൾ റോഡ് ഉപയോഗിക്കുന്നവർ മാതൃകയായി നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ പഠിപ്പിക്കണം. അല്ല നമ്മൾ അപകടത്തിൽ പെട്ടിട്ട് പിന്നെ അവർക്കൊരു വേദന ഉണ്ടാക്കി ജീവിതകാലം മുഴുവൻ പരിക്കേറ്റ് ബെഡിൽ കിടക്കുന്ന ഒരു ദുരവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ കാഷ്വാലിറ്റി പോയിട്ട് അല്ലെങ്കിൽ ഓർത്തോപെഡിക് വാർഡിൽ പോയിട്ടൊന്ന് നോക്കുക. എത്ര പേര് ദുരിതം അനുഭവിക്കുന്നു മാസങ്ങളായിട്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നടക്കുമ്പോൾ ഈ കാൽനട യാത്രക്കാർ ഈ കറുത്ത വസ്ത്രമൊക്കെ പരമാവധി അത് ഉപയോഗിക്കാതിരിക്കുക മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഈ പൊതുജനങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പാഠ്യഭാഗത്തിൽ അടക്കം ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. സ്കൂളുകളിൽ റോഡ് സുരക്ഷ പാഠ്യ വിഷയമാക്കണം. 10-25 കൊല്ലക്കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. ഞാൻ ഒരുപാട് കത്തുകൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും DPIക്കും ഒക്കെ കൊടുത്തു. പക്ഷെ ഇതിനൊരു എന്താ പറയുക, എവിടെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. കൂടാതെ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ തുടങ്ങാം. എന്തിനാ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ, അതായത് പഞ്ചായത്ത് വാർഡിൽ റോഡ് സുരക്ഷാ സെല്ലുകൾ ഉണ്ടാകണം. അപ്പൊ റോഡ് സുരക്ഷയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും, ഇപ്പൊ തന്നെ ഈ ഒരു അപകടം കൊട്ടാരക്കര MC റോഡ് ഉണ്ടായെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കേസ് സ്റ്റഡി ആ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നടത്തണം. എന്നിട്ട് എങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം അതുമാതിരി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട MLA-മാർക്കും അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ ചെയർമാനും അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികൾ മുന്നോട്ട് വരണം. യുവാക്കൾ, ഇപ്പൊ തന്നെ ധാരാളം യുവജന സംഘടനകളുണ്ട്, അവരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. 10 പേരെ നിങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് 10 പേരിൽ നിന്ന് 100 പേരിലേക്ക് എത്തും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എനിക്കൊരു ബാനറുണ്ട്, ഈച്ച് വൺ ടീച്ച് വൺ. ഞാൻ ഒരു കൊല്ലം ഏകദേശം 360 സ്കൂളിൽ കയറി 3 ലക്ഷം കുട്ടികളെ ബോധവാന്മാരാക്കാൻ ഒരാളിന് സാധിക്കും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാവുന്നതുണ്ട്. അപ്പൊ തിരുവനന്തപുരം സിറ്റി ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ചെന്നിട്ട് തിരുവനന്തപുരം സിറ്റിയുടെ 2 സെക്ടറിൽ ഞാൻ ജോലി ചെയ്തതാണ്. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റി. അവിടെ എല്ലാവരും ഫുട്പാത്തിലൂടെ, പഴയ ആൾക്കാർക്ക് അറിയാം, 2004-2005 കാലഘട്ടത്തിൽ പോലീസിന്റെ സഹായത്തോടെ പോലീസ് വണ്ടിയിൽ നമ്മൾ കാൽനടക്കാര്, കാര്യം നല്ല ഫുട്പാത്ത് ഉണ്ട് നമ്മുടെ സ്റ്റേറ്റിലെ പല റോഡിലും. അതേപോലെ തന്നെയാണ് ഈ MC റോഡിലെ കൊട്ടാരക്കര റോഡ്, താങ്കളെ വിഷ്വൽസിൽ തന്നെ കണ്ടാട്ടെ, ബാരിക്കേഡഡ് ആണ്. വണ്ടി വാഹനം ഒന്നും ഫുട്പാത്തിലോട്ട് കയറാത്ത രീതിയിലെല്ലാം ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഒരു ഏറ്റവും എക്സ്പെൻസീവ് റോഡിൽ നമ്മൾ അതിന്റെ ഉപയോഗക്രമങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യണം. താങ്കളുടെ ചാനൽ ഇതിനുവേണ്ടി കമ്മിറ്റഡ് ആയതിൽ എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. വളരെ നന്ദിയുണ്ട് സായി അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.